ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇത് കഴിഞ്ഞ കൊല്ലം കൊച്ചിൻ്റെ സ്കൂളിലത്തെ ആനുവൽ ഡേക്ക് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത് ഞാനൊന്ന് പോസ്റ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതെന്തിനാണ് ഡിലീറ്റ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഞാനിപ്പം ചുമ്മാ നോക്കിയപ്പോൾ ഈ വീഡിയോ കിടക്കുന്ന കണ്ടു. അന്നേരം ഞാൻ വിചാരിച്ചത് പോസ്റ്റ് ചെയ്തേക്കാമെന്ന്. അപ്പോൾ ഇതങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ ഞാൻ ഇതുവരെ വോയിസ് ഓവർ ഞാൻ നേരത്തെ കഴിഞ്ഞ കൊല്ലമൊക്കെ 1-2 വണ്ണം ചെയ്തതല്ലാതെ പിന്നെ ഞാൻ ഇപ്പോഴാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ സൗണ്ട് എനിക്കെന്തോ ഭയങ്കര ആർക്കും ഇഷ്ടപ്പെടാത്ത സൗണ്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഒരു ഇറിറ്റേഷൻ സൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണോ നിങ്ങൾക്കും തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിലും എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എൻ്റെ സൗണ്ട് നോർമലി ഇങ്ങനെയാണ്. അപ്പോൾ അതെന്തോ അതാണ് എന്നെ വോയിസ് ഓവറിൽ നിന്ന് ഇത്രയും നാളിങ്ങനെ പിൻവലിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഓരോ കുറവുകളുണ്ടല്ലോ. അപ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ അത് കണ്ടിട്ടും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡിലെടുത്തിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഐലൈനർ ഇട്ട് കൊടുത്തു. ഇത് ആ ലൈറ്റ് എന്നാ പൊട്ടത്തരമൊക്കെയാണോ ഞാൻ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ലൈറ്റ് അവിടെ ഓണാക്കി വെച്ചിട്ട് ക്യാമറ ഇതാക്കി ആ ലൈറ്റിൻ്റെ ഇത് കാരണം ഒന്നും കാണത്തില്ല. ഇത് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഓരോ വർഷം കൂടുന്നതും നമുക്ക് മെച്യൂരിറ്റി ചെറുതായിട്ടെങ്കിലും കൂടി വരുന്ന പോലെ. കാരണം ഇത് ഞാൻ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരിക. കാരണം കഴിഞ്ഞ കൊല്ലം തന്നെ പൊട്ടത്തരമൊക്കെ കാണിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഈ കൊല്ലമായപ്പോൾ എനിക്കതിനേക്കാളും കുറച്ച് മെച്യൂരിറ്റിയൊക്കെ ആയെന്ന് തോന്നുന്നു. എന്നാലും പൊട്ടത്തരം മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിക്കാറുള്ളൂ. മൊത്തം പൊട്ടത്തരമാണ്. അപ്പോൾ അതിലൊന്നാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലൈറ്റ് ഓണാക്കി വെച്ചിട്ട് ക്യാമറ എടുക്കുന്നത്. എന്നാൽ പിന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ട് ലൈറ്റ് ഒന്ന് ഓഫാക്കി വന്നാൽ മതി. അത് ചെയ്തില്ല. അപ്പോൾ അടുത്തത് പൗഡറ്, മോയ്സ്ചറൈസിങ് ക്രീം, പൗഡർ ഒക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റാവും. ഞാൻ പിന്നെ ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. കാരണം ഇപ്പം അത് മേടിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് അത് ഇപ്പം ഇല്ല. ഞാനിപ്പോൾ പുറത്ത് പോകുന്നത് ഐലൈനർ, ലിപ്സ്റ്റിക്ക്, കണ്ണെഴുതും, ഇത്രേ ഉള്ളൂ. ചിലപ്പോൾ കണ്ണെഴുതാറില്ല, ലിപ്സ്റ്റിക്കും പൗഡറും മാത്രം. ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഓരോന്നായിട്ട് എനിക്ക് സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങണം. അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് തുടങ്ങണമെന്നുണ്ട്. ഞാൻ മേക്കപ്പ് ഐറ്റംസ് ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതായത് ഫൗണ്ടേഷന് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അതൊന്നും എന്നാന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ മോയ്സ്ചറൈസിങ് ക്രീം തന്നെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ കുറച്ചായുള്ളൂ. അത് തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് ഉപയോഗിക്കാറില്ല, നിർത്തി. ഇനി വേണം അത് തുടങ്ങാൻ. കാരണം നമ്മുടെ ഫേസിന് വേണ്ടത് നമ്മൾ വേറെയും കുറേ ഉണ്ടല്ലോ, ക്ലെൻസറോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ വേണമെന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതേ പൗഡർ ഇട്ടു. ഇപ്പോൾ നല്ല ചുണ്ടരി കുട്ടിയായില്ലേ എനിക്ക് തന്നെ തോന്നുന്ന. എന്നിട്ട് പിന്നെ എന്നാ ഇടാൻ പോണേ, ഞാൻ സത്യം പറഞ്ഞതൊക്കെ മറന്നു പോയിട്ടോ. പിന്നെ അതേ ലിപ് ബാം ഇട്ടിട്ട് ചിലപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമായിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എങ്കിലും എനിക്കറിയത്തില്ല. അപ്പോൾ കൊച്ചിന് ഡാൻസ് ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയി കൊച്ച് ഡാൻസൊക്കെ കളിച്ചു. അവന് പിന്നെ കയറി കഴിഞ്ഞപ്പോൾ ഒരു പതർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒച്ചയൊക്കെ കേട്ടിട്ട് അവനിതുവരെ സ്റ്റേജിൽ അങ്ങനെ ഒച്ചയുടെ ഇടയ്ക്ക് അങ്ങനെ നിന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട്, ഒച്ചപ്പാടൊക്കെ ഒരു പതർച്ച ഉണ്ടായിരുന്നു. എന്നാലും അവൻ കളിച്ചു. അവൻ ഡാൻസൊക്കെ കളിച്ചു, മെടുക്കനായിട്ട് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നപ്പം സമയം 9:30-10 മണിയൊക്കെ ആയി. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ സ്കൂൾ ആനുവൽ ഡേയുടെ പിള്ളേരെ പ്രോഗ്രാം കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവരുടെ ഈ സ്പീച്ച് അതെന്തോരം നേരമാണ്. 1-1.5-2 മണിക്കൂറാണ് അവരുടെ പ്രസംഗം. അതെന്തിനാണ് എനിക്കിതുവരെ മനസ്സിലാവാത്തത്. അത് അവരുടെ സ്കൂളിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഭയങ്കര ബോറാണ്. എന്നാൽ പിന്നെ അവർക്ക് പരിപാടി തീർന്നിട്ടെങ്ങാനും വെച്ചാൽ പോരെ. ഇതങ്ങനെയല്ല, എല്ലാം തുടങ്ങുമ്പോൾ തന്നെ വയ്ക്കും. അത് ഭയങ്കര ലാഗായിട്ട് തോന്നി. ഇത് അവസാനം മുടി അന്നും ഇന്നും എൻ്റെ ഹെയർ സ്റ്റൈൽ ചിരിച്ചിൽ വകച്ചിലെടുക്കുക, അത് കഴിഞ്ഞിട്ട് കുളിപ്പിന്നലിടുക. അതാണ് അന്നും ഇന്നും എന്നും എൻ്റെ ഹെയർ സ്റ്റൈൽ. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തേക്കണേ. അത് കഴിഞ്ഞിട്ട് ഒരു ഷോളിട്ടു. ഇത്രേ ഉള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇത്രേ ഉള്ളൂ. മുടി കെട്ടലൊക്കെ കഴിഞ്ഞ് സെറ്റായി. ഇത്രേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാമേ. ബൈ.